ആളുകളോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ വഴക്കിടും. അങ്ങനെയാണെങ്കിലും അതിനുശേഷം അവരായിട്ട് ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കും, ക്ഷമ പറയും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്ത തരത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ വല്ലാത്ത തരത്തിലുള്ള ഒരു ഇമോഷണൽ ഒരാളെ പോലും ഒഴിവാക്കാൻ ഇല്ലാതെ എല്ലാവരായിട്ടും അനീഷിന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാനും നമ്മൾ സ്നേഹിക്കപ്പെടാനും ഒക്കെ അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഈ ഹൗസ് മേറ്റ്സിന്റെ ഒക്കെ സ്നേഹം തീർച്ചയായിട്ടും അനീഷിന് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ പോകെ പോകെ അനീഷ് എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കുന്നു. അതിനുശേഷം കുറച്ച് ആളുകളായിട്ട് ചുരുങ്ങുമ്പോൾ ഒരു വ്യക്തിയായിട്ട് കുറച്ചൊരു ഇഷ്ടം തോന്നുന്നു, കുറച്ചൊരു കൂടുതൽ ഇഷ്ടം അനീഷിന് തോന്നുകയാണ്. അങ്ങനെ അനീഷ് ആ പ്രണയം തുറന്നു പറയുകയാണ്. അപ്പൊ അതുവരെ അനീഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറുവശത്ത് നിൽക്കുന്ന ആ ഒരു ആൾക്കും പ്രണയമുണ്ട് എന്നാണ് വിചാരിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല. നമ്മൾ മറുഭാഗത്ത് നിൽക്കുന്ന ആളെയും നമ്മൾ ബഹുമാനിക്കണം. റിജക്റ്റായി പോയി എന്ന് വിചാരിച്ച് അനീഷ് ഒരിക്കലും വിഷമിക്കുന്നില്ല. അതും ജീവിതത്തിലെ ഒരു നല്ലൊരു സുഗന്ധമുള്ള ഓർമ്മയാക്കി മാറ്റാനാണ് അനീഷിന് ഇഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ ഓൾ ടുഗദർ നോക്കുമ്പോൾ അനീഷിന്റെ ഈ ബിഗ് ബോസ് ഹൗസിലെ ഒരു യാത്ര എന്ന് പറയുന്നത് തികച്ചും മനോഹരമായതും തികച്ചും സുന്ദരമായതും തികച്ചും അനുഭൂതി നിറഞ്ഞത് ഒക്കെ ആയിരുന്നു. ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും അനീഷിന് സംഭവിക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായിട്ട് മാറാനും അനീഷിന് സാധിക്കും. ആരൊക്കെയാണോ ബിഗ് ബോസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരോടെല്ലാവരോടും അനീഷ് നന്ദി പറയുകയാണ്. അതും അനീഷ് അറിഞ്ഞ അദ്ദേഹത്തോടെ തിരികെ പോകാം.